എഴുതിയതോടെ വയനാട്ടിലും ചേലക്കരയിലും പ്രതീക്ഷയോടെ മുന്നണികൾ. വയനാട്ടിലെ പോളിംഗ് ശതമാനത്തിലെ ഇടിവിൽ UDF-ൽ ആശങ്ക. പോളിംഗ് ശതമാനത്തിൽ കാര്യമായ വർധനയില്ലാതെ ചേലക്കര. 40 വർഷമായി റോഡ് നന്നാക്കാത്തതിൽ വോട്ട് ബഹിഷ്കരിച്ച നെന്മേനി വലിയമൂല പ്രദേശവാസികൾ. വയനാട്ടിലെയും ചേലക്കരയിലെയും തെരഞ്ഞെടുപ്പിന് ശേഷം പാലക്കാട് ശ്രദ്ധ കേന്ദ്രീകരിച്ച മുന്നണികൾ. തെരഞ്ഞെടുപ്പിന് 6 ദിവസം ശേഷിക്കെ പ്രചാരണം ശക്തമാക്കി സ്ഥാനാർത്ഥികൾ. പ്രചാരണത്തിൽ താരപ്രചാരകരെ ഇറക്കി വോട്ട് കൂട്ടാൻ നീക്കം. ആത്മകഥാ വിവാദം കത്തിനിൽക്കെ EP ജയരാജൻ ഇന്ന് പാലക്കാട്. P. സരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കും. വൈകിട്ട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുസമ്മേളനം. കൽപ്പാത്തിയിൽ ഇന്ന് 2ാം തേരുത്സവം. മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ രഥപ്രയാണം രാവിലെ 10 മണിയോടെ ആരംഭിക്കും. നാളെ ചരിത്ര പ്രസിദ്ധമായ ദേവരഥ സംഗമം. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന്. തെരഞ്ഞെടുപ്പ് PP ദിവ്യ രാജിവെച്ച ഒഴിവിൽ അഡ്വക്കേറ്റ് KK രത്നകുമാരി LDF സ്ഥാനാർത്ഥി. സംസ്ഥാനത്തെ പകർച്ചവ്യാധി മരണനിരക്കിൽ വൻ വർധന. ഈ വർഷം ഇതുവരെ വിവിധ അസുഖങ്ങൾ ബാധിച്ച് മരിച്ചത് 479 പേർ. എറണാകുളത്ത് മുണ്ടിനീർ വ്യാപനം രൂക്ഷം. പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കുന്നതിൽ നിലപാട് കടുപ്പിച്ച അമിത്ഷാ. സ്വർഗത്തിൽ നിന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞാലും ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കില്ലെന്ന് പരിഹാസം. രാഹുൽ ഗാന്ധിയുടെ 4ാം തലമുറ വന്നാലും മുസ്ലിങ്ങൾക്ക് സംവരണം നൽകില്ലെന്നും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അമിത്ഷാ. അമേരിക്കയിൽ പുതിയ പ്രഖ്യാപനങ്ങളുമായി ട്രംപ് ക്യാബിനറ്റ്. മാർക്കോ റൂബിയോ പുതിയ വിദേശകാര്യ സെക്രട്ടറി. തുൾസി ഗബാർഡ് പുതിയ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ. പുതിയ അറ്റോർണി ജനറലായി മാറ്റ് ഗേറ്റ്സ്. നിയമനത്തിൽ അംഗീകാരം നൽകുന്നതിൽ പ്രതിഷേധവുമായി റിപ്പബ്ലിക്കൻ സെനറ്റർമാർ. ദക്ഷിണാഫ്രിക്ക ആവേശപ്പോരിൽ ഇന്ത്യ മുന്നിൽ. 3ാം മത്സരത്തിൽ 11 റൺസിന്റെ ജയം നേടി ഇന്ത്യ. കന്നി സെഞ്ചുറി നേടിയ തിലക് വർമ്മ കളിയിലെ താരം. അഷ്ദീപ് സിംഗിന് 3 വിക്കറ്റ് നേട്ടം.